മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് കോടതി സമൻസ് നൽകും. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് സമൻസ് നൽകുക. വീണയടക്കമുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കണം. കോടതിയിൽ ഹാജരാകാനുള്ള നോട്ടീസ് വൈകാതെ കൈമാറും. തുടർന്ന് വീണയടക്കം എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കണം. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പിന്നീട് കടക്കും. കേസിൽ ആരുടെയും അറസ്റ്റ് SFIO രേഖപ്പെടുത്തിയിട്ടില്ല. കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ട് തന്നെ ഇനി അറസ്റ്റുകളും ഉണ്ടാകില്ല. എന്നാൽ കേസിൽ അന്വേഷണം പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല. പ്രധാന പ്രതികളുടെയെല്ലാം ചോദ്യം ചെയ്യൽ SFIO പൂർത്തിയാക്കിയിരുന്നു. കുറ്റപത്രം ജില്ലാ കോടതി വിചാരണ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. കുറ്റപത്രത്തിനൊപ്പം രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെട്ട ഡയറിയും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. CMRL ഉദ്യോഗസ്ഥരുടെ ഡയറിയിലുള്ള പേരുകളാണ് കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിരിക്കുന്നത്. വിചാരണ ഘട്ടത്തിൽ കൂടുതൽ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കുന്നതാകും മാസപ്പടി ഡയറിയും അതിലെ പേരുകളും. നൽകാത്ത IT സേവനങ്ങളുടെ പേരിൽ വീണ 2,72,00,000 രൂപ CMRL നിന്ന് കൈപ്പറ്റിയെന്നും 182 കോടി രൂപയ്ക്ക് CMRL കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയെന്നും SFIO കണ്ടെത്തിയിരുന്നു. ജനം, കൊച്ചി.